ശ്രീ സജൽ, താങ്കൾ എന്നോട് തന്നെ ചോദിച്ച കാര്യമാണ് പിന്മാറി എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന്. ശരിയാണ്, പങ്കെടുക്കാത്തവർ പിന്മാറി എന്ന് പറയുവാൻ എന്തായാലും പറ്റുകയില്ല. പക്ഷേ ഇപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചപ്പോഴും ടോണി അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. സജൽ, അല്ല, അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള ഈ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം തന്നെ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ ഒരു തരത്തിലും ഒരു സമരം ചെയ്യാനോ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിക്കാനോ ഞങ്ങൾ നിന്നിട്ടില്ല. ഒരു സംഘടനാപരമായി ഒരു ഐഡൻറ്റിറ്റിയും MSFൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായിട്ടില്ല. നിർമ്മല കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിർമ്മല കോളേജിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് ചേർന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു മുസ്ലിം പള്ളിയാണ്. ഞങ്ങളൊക്കെ അവിടെയാണ് നമസ്കാരം പഠിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്നത്. 72 കൊല്ലമായിട്ട് നിർമ്മല കോളേജിൽ അത്തരത്തിലൊരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല. ഇവിടെ വളരെ ആസൂത്രിതമായിട്ടാണോ ഇവിടെ ഈ വിവാദം ഇന്ന് ഉണ്ടായതെന്ന് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഈ അൽമായ ഫോറത്തിൻ്റെ പ്രതിനിധിക്ക് സംശയമുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് സംശയിക്കാനുള്ള അവകാശവും അർഹതയും എല്ലാം ഉണ്ട്. അദ്ദേഹം അത് പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങൾ വളരെ വ്യക്തമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. MSFന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. 2 കാര്യങ്ങൾ മാത്രം. ഒന്ന്, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിന് മറുപടി പറയുകയാണ്. വളരെ ബുദ്ധിപൂർവ്വം ശ്രീജിത്ത് പണിക്കർ ഈ നിസ്സാരമായ ഒരു വിഷയത്തെ കുട്ടികളുടെ നമ്മളൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ കുട്ടികളുടെ എന്ന് പറഞ്ഞ് കണക്കാക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെ ശ്രീജിത്ത് പണിക്കർ കൊണ്ടുപോയി കേട്ടിയത് ഏത് വിഷയത്തിലേക്കാണ്? പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയത്തിലേക്കാണ്. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ബഹുമാനപ്പെട്ട ഇപ്പോൾ അൽമായ ഫോറത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ ക്രൈസ്തവ സഭയുടെ ബഹുമാനപ്പെട്ട ആളുകൾ ഞായറാഴ്ചയാണ് ഈ പൊതു തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തിന് പ്രത്യേകമായി പരിഗണന കൊടുക്കുന്ന ഒരു ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഇന്ത്യൻ ജനാധിപത്യമല്ലേ ഈ രാജ്യം. ഒന്ന് അധികാരികളോട്, സർക്കാരുകളോട്, അതല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരവർഗങ്ങളോട് ഇങ്ങനെ ഒരു അസൗകര്യം ഞങ്ങൾക്കുണ്ട്, അതൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഇനി ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ മതം മറ്റതിനെ മാറ്റിമറിക്കുമോ എന്ന് ചോദിച്ച ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യത്തിന് രാജ്യത്ത് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട മതസംഘടനകൾ തന്നെ ഈ നമസ്കാരത്തിൻ്റെ സമയം നിങ്ങൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഇലക്ഷൻ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതും ഇതേ മതസംഘടനകൾ തന്നെയാണെന്ന് പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കരോട് ഞങ്ങൾ ഉണർത്തുകയാണ്, അങ്ങനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മതസംഘടനകൾ എല്ലാ തരത്തിലും, അത് ഇസ്ലാം മതസംഘടനകളാവട്ടെ, ക്രൈസ്തവ മതസംഘടനകളാവട്ടെ, ഹൈന്ദവ മതസംഘടനകളാവട്ടെ, ഈ രാജ്യത്തിൻ്റെ മതേതരം കാക്കുന്നതിന് വേണ്ടി, സംസ്ഥാനത്തിൻ്റെ മതേതരം കാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നവരാ. അവിടെയൊന്നും ഒരു ഹിഡൻ അജണ്ടയുമായിട്ടല്ല ഒരു മതസംഘടനയും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായവും ഞങ്ങൾക്കില്ല. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി ഒരു MSFകാരൻ പോലും ഈ ആവശ്യം ഉന്നയിക്കുകയോ ഈ സമരത്തിന് മുന്നിൽ നിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വളരെ ഉറപ്പിച്ച് ഞങ്ങളുടെ സംഘടനാ നിലപാട് ഞങ്ങളോട് പറയുകയാണ്. ഞാൻ ചോദിച്ചു വന്നത് എന്താണ് ഈ ഒരു ആവശ്യത്തിന് പിന്നിൽ? അത് വെറും വിദ്യാർത്ഥികൾ കുറച്ചു പേരുടെ ആവശ്യമാണ്, ഈ രീതിയിലാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടും ആ രീതിയിലായിരുന്നില്ലല്ലോ. അവിടെ കോളേജിലെ തന്നെ ചിലരുമായിട്ട് ഇതേക്കുറിച്ചുള്ള സംസാരം അതിന് മുൻപും ഉണ്ടായിട്ടുള്ളതാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ശ്രീ ഡോക്ടർ B ജയരാജ് പറയുന്നുണ്ടായിരുന്നു ഇത് 2 പേർക്കും ഗുണകരമായ രീതിയിൽ മാറ്റിയെടുക്കുകയായിരുന്നു എന്ന്. അങ്ങനെയൊന്നുണ്ടോ? മഞ്ജുഷ ആരോടാ ചോദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മഞ്ജുഷിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം അല്ല, MSFന് അത്തരത്തിൽ യാതൊരു നിലപാടുമില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ B ജയരാജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ അതിന് മറുപടി പറയട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതിന് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. ശരി, ശ്രീ പണിക്കർ, താങ്കൾ പറഞ്ഞ കാര്യം, ചില ആവശ്യങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്നുള്ള രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് എന്താണ് തെറ്റെന്ന് സജൽ സൂചിപ്പിച്ചു. പക്ഷേ അതേ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ ന്യായീകരിക്കുന്നില്ല കേട്ടോ. ഈ കോളേജിലെ ഈ ഇഷ്യൂവിൽ എന്തായാലും സജൽ ന്യായീകരിക്കുന്നില്ല. അതിന് MSFന് അങ്ങനെ ഒരു ആവശ്യമേ അവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്.
അല്ല, നോക്കൂ, ഇവിടെ ശ്രീ സജൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ സംസാരിച്ച ഭാഗം, ഈ ചർച്ച കഴിയുമ്പോൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രീ സജൽ ഒന്ന് കേട്ടു നോക്കണമെന്നുള്ളത് അദ്ദേഹത്തിനോട് എൻ്റെ ഉള്ള ഒരു അപേക്ഷയാണ്. കാരണം ഞാൻ അവിടെ പറഞ്ഞിരുന്നത് എന്താണ്, വളരെ കൃത്യമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു പൊതു അവധി ദിവസം തെരഞ്ഞെടുപ്പ് വെക്കുന്നത് പോലെയല്ല ഒരു വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വെക്കുന്നത്. എന്ന് വെച്ചാൽ പൊതു അവധി ദിവസം എന്ന് പറയുന്നത് അവധിയാണ് ശ്രീ സജൽ. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കേരളത്തിൽ അവധിയല്ല. താങ്കൾ എന്ത് പറഞ്ഞാലും. അപ്പോൾ താങ്കൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് എന്നോടുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ്? ഒന്ന്, ഞായറാഴ്ചയുള്ള ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന, ഞായറാഴ്ച പൊതു അവധിയാണ് സാർ. രണ്ട്, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ആഘോഷം, ഹിന്ദുക്കളുടെ ഏതെങ്കിലും ഒരു ആഘോഷം വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് പൊതു അവധിയായിരിക്കും. ഞാൻ പറഞ്ഞത് എന്താ, പൊതു അവധി അല്ലാത്ത ദിവസം കേരളത്തിൽ എന്താ? താങ്കൾ ശ്രീ സജൽ പറഞ്ഞത് എന്താ, വെള്ളിയാഴ്ചകളെല്ലാം കേരളത്തിൽ അവധിയാണെന്നാണോ? കേരളത്തിൽ വെള്ളിയാഴ്ച ഒരു മുസ്ലിമും ജോലിയില്ല എന്നാണോ പറയുന്നത്? എന്ത് അസംബന്ധമാണ് പറയുന്നത്? കേരളത്തിൽ വെള്ളിയാഴ്ച പൊതു അവധിയല്ല, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതേ വാദം തന്നെ എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? എങ്കിൽ പിന്നെ നമുക്ക് വേറെ ദിവസം ആക്കാം, വ്യാഴാഴ്ചയാക്കാം, ശരി, എനിക്ക് പരാതിയില്ല. പക്ഷേ എൻ്റെ പോയിന്റ് അതായിരുന്നില്ലല്ലോ. എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പൊതു അവധി അല്ലാത്ത ഒരു ദിവസം അത് വെച്ചാൽ എന്താണ് കുഴപ്പം? തിങ്കളാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല, വെള്ളിയാഴ്ച വെച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ വെള്ളിയാഴ്ച വെക്കുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ സാധാരണ രീതിയിൽ പൊതു അവധി അല്ലാത്ത ഒരു ദിവസത്തിന് മറ്റൊരു തരത്തിലുള്ള പ്രാധാന്യം അതിൽ കൽപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ഇളവ് വേണം, ഒരു എക്സംഷൻ വേണം എന്ന രീതിയിൽ പറയുന്നു. ഇതിൻ്റെ എക്സ്റ്റൻഷനാണ് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ നാട്ടിലുള്ള ആൾക്കാർ സമസ്ത ഉൾപ്പെടെ പറയുന്നത് എന്താണ്? സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ MSFനുമുള്ള ബന്ധം എന്താണെന്ന് അറിയാം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് രാവിലെ 8 മണിക്ക് പറ്റത്തില്ലെന്ന്. അത് കാരണം എന്താ? മദ്രസയുണ്ട്, മദ്രസയുടെ സമയവുമായിട്ട് ക്ലാഷ് ആവും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, MSFന്റെ ഭാരവാഹിയാണ് എന്നോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ മതവസ്ത്രം വേണം എന്ന രീതിയിലത്തേക്കുള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ ആരോപണമല്ല, നേരെ മറിച്ച് വളരെ ഫ്രീ ആയിട്ട് കുറേയധികം കുട്ടികൾക്ക് ഒരു പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തെ അവിടെ ബന്ദിയാക്കി വെക്കുന്ന രീതിയിലത്തേക്ക് മുദ്രാവാക്യം വിളിക്കുന്നതിനുള്ള പ്രേരണ എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിക്കട്ടെ, ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നാടാണ്. താങ്കൾ പറഞ്ഞ് എങ്ങനെയൊക്കെ ഈ കുട്ടികളെ ന്യായീകരിക്കാനായിട്ട് ശ്രമിച്ചാലും, അതായത് പിന്നെ എന്താണ്, കുഞ്ഞുങ്ങളാണെന്നല്ലേ, ചെറിയ കുട്ടികളാണ്, പക്വതയില്ലാത്തവരാണ്, ശരി, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ഡിമാൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി അറിയാത്ത ആൾക്കാരാണോ നിർമ്മല കോളേജിൽ പഠിക്കുന്നത്? അത് താങ്കൾ ചിലപ്പോൾ കുട്ടികളാണെന്ന് പറയും, പക്ഷേ ആ കോളേജ് അധികാരികൾ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ഡിമാൻഡ്, ഒരു റിക്വസ്റ്റ്, ഒരു പിന്നെ താല്പര്യത്തോട് കൂടിയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ നോട്ട്, അത് കൊടുക്കുന്നതിന് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നും അതിൻ്റെ സാമാന്യ മര്യാദ എന്താണ് എന്നും അറിയാത്ത ആൾക്കാരല്ല കേരളത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഒരാൾ. എന്തിനേറെ ഹൈസ്കൂളിലോ UP സ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും എങ്ങനെയാണ് ഒരു കാര്യം പ്രൊസീജിയറലായിട്ട് ചെയ്യേണ്ടത്, അതിനൊരു റിക്വസ്റ്റ് കൊടുക്കണമെന്നറിയാം. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് അവിടെയുള്ള കുട്ടികൾക്കുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കത്ത് തയ്യാറാക്കി ആ കത്ത് അവിടെ കൊടുത്ത് ആ കത്തുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം അവിടെ ഉണ്ട് എങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം അവിടെ പോയിട്ട് ഈ പക്വതയില്ലായ്മയുടെ പുറത്തിൽ ഈ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നതിന് ശേഷം ഒരു പ്രിൻസിപ്പലിനെ അവിടെ തടഞ്ഞു വെക്കുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള പക്വതയില്ലായ്മയെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്? കുട്ടികളാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇങ്ങനെ ചെയ്തത് എവിടെയാണ്? മറ്റൊരു കോളേജിൽ ഞാൻ കണ്ടിരുന്നു ഈ അടുത്തിടെ പ്രിൻസിപ്പലിന്റെ ചെവികൾ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. അതിവിടെ ഉണ്ടായില്ല എന്നുള്ള കാര്യം ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വലിയേട്ടന്മാരും മറ്റു വിഷയങ്ങളിൽ ഉണ്ടാകുന്ന സമയത്തും മതവുമായി ബന്ധപ്പെട്ട പ്രാക്ടീസുകളെല്ലാം തന്നെ ഇത് എസെൻഷ്യലായിട്ടുള്ള പ്രാക്ടീസാണ് എന്ന ഒരു നിറം ചാലിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് പോകുന്നു, വിദ്യാഭ്യാസത്തെ ഇടപെടുന്നു, ആരോഗ്യരംഗത്ത് ഇടപെടുന്നു. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ നാച്ചുറലായിട്ട് വിചാരിക്കും എനിക്കിത് ക്ലെയിം ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MSF അടക്കമുള്ള മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്കെല്ലാം തന്നെ ഇതിൽ പരോക്ഷമായിട്ടുള്ള നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയെ, നിങ്ങൾ കുട്ടികളെന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയെ പോകുന്നുവെന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ ഈ ഒരു ആരോപണം. മഞ്ജുഷ്, സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവിടെ സംഘടനയുടെ മുദ്രാവാക്യങ്ങളില്ല, പക്ഷെ വിദ്യാർത്ഥി ഐക്യം എന്നുള്ള മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ശ്രീ സജൽ ഇതുവരെയും മറുപടി പറയാതെ തെന്നിമാറി. ഞാൻ ചോദിക്കുന്നത്, MSF എന്ന് പറയുന്ന സംഘടനയിലുള്ള അംഗങ്ങളോ നിങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരോ ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ നടപടി എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ മഞ്ജുഷേ, ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ അദ്ദേഹത്തോട് തന്നെ തിരിച്ചാവശ്യപ്പെടുക. ഈ ചർച്ച കഴിയുമ്പോൾ അദ്ദേഹം ഒന്ന് ഈ ചർച്ചയുടെ വിഷ്വൽസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാൻ എന്താ ശ്രീ മഞ്ജുഷ പറഞ്ഞു വച്ചത്? ബഹുമാനപ്പെട്ട ക്രൈസ്തവ സഭയോ അല്ലെങ്കിൽ ഹൈന്ദവ
മതനേതൃത്വങ്ങളോ പൊതു അവധിയായ ഞായറാഴ്ച ദിവസമാണെങ്കിൽ പോലും പൊതു തെരഞ്ഞെടുപ്പ് വച്ചാൽ ബഹുമാനപ്പെട്ട ക്രൈസ്തവ സഭാ മേലധികാരികൾക്ക് അവരുടെ ഞായറാഴ്ച കുർബാനയ്ക്ക് തടസ്സമുണ്ടാകും എങ്കിൽ അവർക്കത് ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ രാജ്യം അനുവദിച്ചു കൊടുക്കുന്ന അവകാശവും അധികാരങ്ങളുമാണെന്നേ. അത് താങ്കളുടെ ഊഹത്തിലല്ല നമ്മുടെ അവകാശങ്ങൾ പറയാൻ ഈ രാജ്യത്ത് വേദികളുണ്ട്. എന്തിനാണ് അതിനെ വേറെ രീതിയിലേക്ക് വ്യതിചലിച്ചു കൊണ്ടുപോകുന്നത്? എന്തിനാ? രണ്ട് കാര്യങ്ങൾ പണിക്കരോട് പറഞ്ഞു. MSFന്റെ ഭാരവാഹികളോ MSFന്റെ അംഗങ്ങളോ ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെ ഈ സങ്കുചിതമാക്കുന്നത്? എന്തിനാ? ഈ വിഷയം ഉണ്ടായി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ സംഘടന വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിനകത്ത് ബന്ധമില്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരല്ല, ഞങ്ങൾക്ക് ഈ ആവശ്യമില്ല, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം ഞങ്ങളുടെ രീതിയിൽ നിർവഹിച്ചിക്കൊള്ളാം, ഞങ്ങളെ ഈ ഇതിനകത്തേക്ക് വലിച്ചഴക്കേണ്ട, ഞങ്ങൾക്ക് ഇതിനുമായി ബന്ധമില്ല, ഞങ്ങളുടെ ഐഡന്റിറ്റി ഇല്ല, ഞങ്ങളുടെ അടയാളങ്ങളില്ല, ഞങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല. ഈ തരത്തിൽ വളരെ വളരെ കൃത്യമായി ഞങ്ങൾ നിലപാട് പറഞ്ഞിട്ടും ഇത് വേറെ തരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ മതേതര മനസ്സുകളെ കീറിമുറിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ചില ചർച്ചകളിലേക്ക് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ ചിന്തിച്ചു പോകുന്നത് കേരളത്തിന് ഭൂഷണമല്ല എന്നാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ വിഷയവുമായി ബന്ധപ്പെട്ട് MSFന്റെ ഒരു ഭാരവാഹി നടത്തിയ ചർച്ചയെക്കുറിച്ച് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു. അന്ന് ആ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ആ ചർച്ചയിൽ അതേ ചാനലിൽ തന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ MSFന്റെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന അധ്യക്ഷനാണ് കേരളത്തിലെ അവസാന വാക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇത് MSFന്റെ നിലപാടല്ല, വ്യക്തിപരമായി ആരെങ്കിലും ഒരു നിലപാട് പറഞ്ഞാൽ MSFന്റെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറയുമെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ വ്യക്തമായി ആ ശ്രീജിത്ത് പണിക്കർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പകുതി അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് സജൽ പറയുന്ന ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ്. ഇങ്ങനൊരു വിഷയമേ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സജൽ പറയുന്നത്. അങ്ങനെയല്ല മഞ്ജുഷേ, അങ്ങനെയല്ല. ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നല്ല, മറിച്ച് ചർച്ച വളരെ സദുദ്ദേശത്തോടെ ആവണം, പോസിറ്റീവ് ആവണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊരു തരത്തിലേക്ക് കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ തകിടം മറയ്ക്കുന്ന, അതിന് ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വളം വെച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുപോകരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി ശ്രീ. നോക്കൂ ഇതില് പ്രശ്നം ഒന്ന്, ചർച്ച ഏത് രീതിയിലും പൊയ്ക്കോട്ടെ, അതൊക്കെ ആരോഗ്യകരമായിട്ട് നമ്മൾ ഡയറക്ഷൻ കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ചർച്ച അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള വഴിയിൽ കൂടെ അത് പോകട്ടെ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ സജൽ, ഞാൻ ചോദിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഇന്റേണൽ ആയിട്ടുള്ള എൻക്വയറി നടത്തിയതിൻ്റെ പേരിലാണോ പ്രിൻസിപ്പലിൻ്റെ റൂമിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് തീരുമാനിച്ചത്? ഇന്ന് അവിടെ മാധ്യമപ്രവർത്തകർ അവിടെ പ്രിൻസിപ്പലിനോട് ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഏത് സംഘടനയിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം നിർമ്മലയിലെ കുട്ടികളാണ്, അവരേതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, അത് ഞങ്ങളുടെ വിഷയമേ അല്ല എന്ന് പറഞ്ഞു. ശരി, ആ നിലപാട് അവർക്കെടുക്കാം. ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്ന രീതിയിൽ എന്ത് തരത്തിലുള്ള അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ശ്രീ സജൽ പറയുന്നത് ഞങ്ങളുടെ ആരും അതിലില്ല? താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ ചർച്ച തീർന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന അന്വേഷണം നടത്തി, ഞങ്ങളുടെ ഒരാളും ഒരംഗം പോലും അതിലില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന നടപടി എടുക്കുമായിരുന്നു. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതൊരു റീഅഷുറൻസ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, മറ്റുള്ള കുറേയധികം ആൾക്കാർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതിന് ശേഷം അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വർഗീയ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആൾക്കാർക്ക് അവസരമുണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ കാര്യം എന്താണ്? ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഇവിടെ ഇല്ലാത്തതാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ താങ്കൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചു. താങ്കൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആ TV ചാനൽ ചർച്ചയുടെ അവസാനം നൽകി എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ്, ഈ TV ചാനൽ ചർച്ചയുടെ അവസാനം ഞാനൊന്ന് പറയുന്നത് താങ്കൾ കേൾക്കൂ. ആ TV ചാനൽ ചർച്ചയുടെ അവസാനം MSFന്റെ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡന്റോ ആരോ വിളിച്ച് അവിടെ ആര് വിളിച്ചു എന്നാണ് പറഞ്ഞത്? താങ്കൾ പറഞ്ഞത് പ്രസിഡന്റ് ആണോ? അദ്ദേഹമാണ് അവസാന വാക്ക് പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് ആ ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പെൺകുട്ടി സംസ്ഥാന സെക്രട്ടറി MSF എന്ന പേരിലാണ്, എന്ന ടൈറ്റിലിനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. MSFന്റെ സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ ആ പദവി ദുരുപയോഗിച്ചുകൊണ്ടാണോ വന്നത്? അതോ ആ കുട്ടി വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിന് വേണ്ടി പാർട്ടിയിൽ അല്ലെങ്കിൽ ആ സംഘടനയിലുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനത്തിനെ ദുരുപയോഗിച്ചു എന്നാണോ നിങ്ങളുടെ അഭിപ്രായം?
അങ്ങനെയാണ് എങ്കിൽ ഈ ടൈറ്റിലിൽ വന്നുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്ന, സംഘടനയുടേതല്ലാത്ത മറ്റൊരു അഭിപ്രായം അവിടെ പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾ എന്ത് നടപടിയെടുത്തു? അത് ചോദിക്കുമ്പോൾ മറുപടി പറയണമല്ലോ. അപ്പൊ ഇത് എന്തെങ്കിലും കാര്യത്തിൽ ആരോപണം വരുന്ന സമയത്ത് ഞാൻ ഇടപെടുകയാണ് പറഞ്ഞിട്ടുണ്ട്. സജൽ.